ഹജ്ജ് തീർത്ഥാടകരെ വിമാന നിരക്കിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി കായംകുളത്ത് സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഹജ്ജ് തീർത്ഥാടകരെ വിമാന നിരക്കിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ആവശ്യപ്പെട്ടു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി കായംകുളത്ത് സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണല്ലോ എപ്പോഴും നമ്മൾ ഹജ്ജിലൂടെ സ്മരിക്കപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ 2 രോമം നരിച്ചു. അപ്പോൾ പടച്ചവനോട് ചോദിച്ച അല്ലാഹുവേ, മാഹാദ യാ റബ്ബി, എന്താണ് ഈ നര? അപ്പോൾ ഹാദാ വഖാർ, അള്ളാഹു പറഞ്ഞത് പക്വതയുടെ ലക്ഷണമാണ്. അത് പക്വതയുടെ ലക്ഷണമാണ്. റബ്ബി സിദ്നി വഖാറ, എന്നാൽ പിന്നെ എന്നെ മൊത്തം ഒന്ന് നരപ്പിച്ചതെന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഈ ഒരു സന്ദേശം ഇന്ന് ലോകത്ത് വ്യാപിക്കപ്പെട്ടാൽ, പരത്തപ്പെട്ടാൽ, പ്രചരിപ്പിക്കപ്പെട്ടാൽ സൗദി അറേബ്യയുടെ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ആ ഡൈ ചെയ്യുക എന്ന ശീലത്തിൽ പിന്മാറുകയും ഡൈയുടെ ഫാക്ടറികളെല്ലാം ലോകത്ത് അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യും. ഒറ്റ കാര്യം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ഒറ്റ പ്രഖ്യാപനം റബ്ബി സിദ്നി വഖാറ എന്നായിരിക്കുന്ന ഈ പക്വത വർദ്ധിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഈ സന്ദേശവും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. ഞാൻ അധികം പറയുന്നില്ല. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? കാബയും ഹറമും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ആവർത്തിക്കുന്നില്ല. വളരെ പവിത്രമായ ഒരു സ്ഥലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയെ സംബന്ധിച്ച് പറഞ്ഞത്, പ്രിയപ്പെട്ട മക്കയെ, മാ തീബക്കി മിൻ ബലദിക് മിനൽ ബലദ്, ലോക പട്ടണങ്ങളിൽ നിന്നെ ഇത്ര പരിശുദ്ധമാക്കിയ ഇത് എന്താണ്? എനിക്ക് അത്ഭുതം തോന്നുന്നു, വിസ്മയം തോന്നുന്നു. വഹബ്ബക്കി ഇലയ്യ, എനിക്ക് മറ്റ് പ്രദേശങ്ങളെക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീ തന്നെയാണ്. അതിലും എനിക്ക് അത്ഭുതം തോന്നുകയാണ്. വിമാന നിരക്ക് നിശ്ചയിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ടെൻഡർ വിളിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി അധ്യക്ഷനായി. ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി CA മൂസ മൗലവി മൂവാറ്റുപുഴ, AK ഉമർ മൗലവി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A അബ്ദുൽ ഹക്കീം, അഡ്വക്കേറ്റ് E സമീർ, M മുഹമ്മദ് മുസ്ലിയാർ, പൂക്കുഞ്ഞു കോട്ടപ്പുറം, അഡ്വക്കേറ്റ് ഷഫീഖ് റഹ്മാൻ, ജലീൽ പുനലൂർ, നൌഷാദ് മാങ്കാങ്കുഴി, SK നസീർ, KK നൌഷാദ്, അബു ജനത, സലിം ഗൾഫ് ഇന്ത്യ, പ്രൊഫസർ സ്വാലിഹ് മൗലവി, ഷിഹാബുദ്ദീൻ മൗലവി ചാരുമൂട്, E അബ്ദുൽ കബീർ മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.